Hello everybody. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന OT ടെക്നിക്സ് ഇൻ ഐ ആൻഡ് ഇയർ ഫോർത്ത് സെമസ്റ്റർ യൂണിറ്റ് 2 and 3 ഡിസ്കസ് ചെയ്യുന്നു. അത് അതിനകത്ത് നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന അനാറ്റമി ഓഫ് ഇയർ, ഹിയറിംഗ് ആൻഡ് ഇക്വിലിബ്രിയം ആണ്. ഓക്കെ, അപ്പം 50 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നമ്മൾ ഡിസ്കസ് ചെയ്യാം. അത് നമ്മൾ അനാറ്റമി ഓഫ് ഇയറിൻ്റെ ഒരു അനാറ്റമി ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. എക്സ്റ്റേണൽ ഇയർ, മിഡിൽ ഇയർ, ഇന്റേണൽ ഇയർ, 3 പോർഷൻസ് ഉണ്ട്. ഔട്ടർ ഇയർ, മിഡിൽ ഇയർ, ഇന്നർ ഇയർ. ഓക്കെ, ഔട്ടർ ഇയർ എന്ന് പറയുന്നത് പിന്നെ എക്സ്റ്റേണൽ ഓട്ടറി കനാൽ, പിന്നെ ഇവിടം വരെയാണ്. അത് ടിമ്പാനിക് മെംബ്രെയിൻ ആൻഡ് ഇയർ റൂം വരെയാണ്. മിഡിൽ ഇയർ എന്നത് ബേസിക്കലി ഓസിക്കിൾസ് ആണുള്ളത്, മൈലിയസ് ഇൻകസ് ആൻഡ് സ്റ്റേബിൾസ്. ഇന്നർ ഇയർ എന്നകത്ത് സെമിസർക്കുലർ കനാലും കോക്ലിയ, ഇത് രണ്ടുമാണ്. അപ്പോൾ ഇയർ കണക്ട് ചെയ്ത് ത്രോട്ട് ലെവൽ ട്യൂബ് സ്റ്റേഷൻ ട്യൂബാണ്. ഇതാണ് ബേസിക്കലി അനാറ്റമി ഓഫ് ദി ഇയർ ജനറൽ ആയിട്ട് പറയുമ്പോൾ. ഓക്കെ, ബേസിക്കലി 3 ഏരിയ ആണ്: ഔട്ടർ ഇയർ, മിഡിൽ ഇയർ, ഇന്നർ ഇയർ, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഇയർ. ഔട്ടർ ഇയർ എക്സ്റ്റേണൽ ഇയർ എന്ന് പറയും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഔട്ടർ ഇയറിന്റെ പാർട്സ് എന്തൊക്കെയാണ്? ഒന്ന് കോക്ലിയ, ഓറിക്കിൾ കനാൽ, ടിമ്പാനിക് മെംബ്രെയിൻ, ഓസിക്കിൾ, സെമിസർക്കുലർ കനാൽ. അപ്പോൾ ആൻസർ ഔട്ടർ ഇയറിൽ ഓറിക്കിളും ഓഡിറ്ററി കനാലും ടിമ്പാനിക് മെംബ്രെയിനാണ്. ആൻസർ ബി ആണ്. ഓക്കെ, അത് ക്വസ്റ്റ്യൻ നമ്പർ 2. മിഡിൽ ഇയറിനകത്ത് എന്താവുള്ളത്? മിഡിൽ ഇയറിന് ബേസിക്കലി 3 ബോൺസ് ആണുള്ളത്: മൈലിയസ്, ഇൻകസ് ആൻഡ് സ്റ്റേബിൾസ്. 3 ബോൺസിന് നമ്മൾ പറയുന്നത് ഓസിക്കിൾസ് എന്നാണ്. ഓക്കെ, അപ്പം ആൻസർ ബി ആണ്. ഇനി നമുക്ക് ഇന്നർ ഇയറിന്റെ സ്ട്രക്ചർ ഒന്ന് റിവൈസ് ചെയ്യാം. ഇന്നറിന്റെ സ്ട്രക്ചർ നമ്മൾ നേരത്തെ പറഞ്ഞില്ല, 3 സെമിസർക്കുലർ കനാലുണ്ട്. അതിനകത്തൊരു ഫ്ലൂയിഡ് എൻഡോലിംഫ് എന്ന് പറയും. സെമിസർക്കുലർ കനാലിന്റെ എൻഡ് പോർഷൻ കുറച്ച് സ്വെല്ലിംഗ് കനാൽ ആംബുല എന്ന് പറയും. ആംബുലയ്ക്ക് അകത്തുള്ള ഒരു സ്ട്രക്ചറാണ് ഈ പറഞ്ഞ ഹിപ്പോളൈൻ. ഹെയർ സെൽസ് ഉണ്ടാവും, പിന്നെ വെസ്റ്റിബിൾ നെർവ് ഉണ്ടാവും. ബേസിക്കലി സെമിസർക്കുലർ കനാലിന്റെ പാർട്ട് എന്ന് വെച്ചാൽ ബോഡി ബാലൻസിലാണ്. അതിൻ്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്ത് 2 പാർട്ടുണ്ട്: യൂട്രിക്കിളും സാക്യൂലും. അപ്പോൾ യൂട്രിക്കിളും സാക്യൂലും അഗൈൻ എക്വിലിബ്രിയം ബാലൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഞാൻ സ്റ്റാറ്റിക്കും ഡൈനാമിക് ഇക്വിലിബ്രിയം, നമ്മൾ നിൽക്കുമ്പോൾ ഉള്ള ബാലൻസും നമ്മൾ നടക്കുമ്പോൾ ഉള്ള സ്പീഡ് കൂടുമ്പോൾ കുറയുമ്പോൾ ബാലൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന യൂട്രിക്കിളും സാക്യൂലാണ്. പിന്നെ ഈ കോക്ലിയ എന്ന് പറയുന്നത് ഹിയറിങ്ങിനാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം ഈ ഇതിൽ വരുന്ന നെർവിനെ പറയുന്നത് വെസ്റ്റിബുലോ കോക്ലിയർ നെർവ് എന്നാണ്. വെസ്റ്റിബുലോ എന്ന് പറയുന്ന നെർവും കോക്ലിയർ എന്ന നെർവ് എന്ന് ചേർന്നിട്ട് ഒറ്റ നെർവാണ് വെസ്റ്റിബുലോ കോക്ലിയർ നെർവ് എന്ന്. ഇതാണ് ഇയറിന്റെ ഇന്റേണൽ ഇയറിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് ഇന്റേണൽ ഇയറിൽ ഓർഗൻ ഓഫ് കോർട്ടി എന്ന് പറഞ്ഞൊരു പോർഷൻ ഉണ്ട്. അതാണ് ഹിയറിംഗിന് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്. അതാണ് ഡയഗ്രാം കാണിക്കുന്നത്. അതിനകത്ത് കുറേ പാർട്സ് ഉണ്ട്. ഒരു 2 ഓപ്പണിംഗ് ഉണ്ട്. ഒന്ന് ഓവൽ വിൻഡോയും മറ്റൊരു റൗണ്ട് വിൻഡോയും. പിന്നെ ഓവൽ വിൻഡോ എന്ന് സൗണ്ട് ഇങ്ങനെ ട്രാവൽ ചെയ്തിട്ട് ഈ ട്യൂബ് കൂടെ പോയി കറങ്ങി തിരിച്ച് വന്നിട്ട് റൗണ്ട് വിൻഡോയിലേക്ക് വരും. അപ്പോൾ ഈ ഓർഗൻ എന്ന് പറയുന്ന ഇതിനകത്തുള്ള ഓർഗൻ എന്ന് പറയുന്ന ഓർഗൻ ഓഫ് കോർട്ടിക് ആണ്. ഓർഗൻ ഓഫ് കോർട്ടിക് അകത്തുള്ള പാർട്സ് ആണ് സ്കേല വെസ്റ്റിബുലൈ, സ്കേല ടിമ്പാനി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഹിയറിംഗിന് ഹെൽപ്പ് ചെയ്യുന്ന പാർട്ട്. അതിനകത്തൊരു മെംബ്രെയിൻ ഉണ്ട്, അതിനകത്തൊരു ബേസിലർ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ജസ്റ്റ് ഹിയറിംഗിന്റെ പാർട്ട്. അപ്പോൾ ഈ ഡയഗ്രാമിൽ 3 സെക്ഷൻ ഉണ്ട്. ഈ ബ്രൗൺ ആയിട്ട് കാണുന്ന എക്സ്റ്റേണൽ ഇയറും, ഈ പിങ്ക് ആയിട്ട് കാണുന്ന മിഡിൽ ഇയറും, ഈ ബ്ലൂ ആയിട്ട് കാണുന്ന ഇന്നർ ഇയറാണ്. ഓക്കെ, നെക്സ്റ്റ് ഇന്നർ ഇയറിൽ എന്തൊക്കെ പാർട്സ് ഉണ്ട് നമ്മൾ നേരത്തെ കണ്ടു. ഇന്നർ ഇയറിൽ മെംബ്രെയിനസ് ആൻഡ് ബോണി ലിബ്രന്ത്. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ട ഡയഗ്രാമിൽ അതുണ്ട്. ഓർഗൻ ഓഫ് ഹിയറിംഗ് ഹെൽപ്പ് ചെയ്യുന്ന ഏതാണ്? ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഓർഗൻ ഓഫ് കോർട്ടി ആണ് ഹിയറിംഗ് ഹെൽപ്പ് ചെയ്യുന്നത്. അത് ഇന്നർ ഇയറിന്റെ പാർട്ടാണ്. ഓക്കെ, ആൻസർ ബി ആണ്. അത് സൗണ്ട് ഇമ്പൾസസ് കൺവേർട്ട് ചെയ്യുന്നത് പുറത്ത് വരുന്ന സൗണ്ടിനെ നമ്മൾ ഇലക്ട്രിക്കൽ ഇമ്പൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഓർഗനാണ് ഓർഗൻ ഓഫ് കോർട്ടി. ബാലൻസ് ചെയ്യുന്ന ഓർഗൻസ് ഏതൊക്കെയാണ്? ബാലൻസ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ കണ്ട ഡയഗ്രാമിൽ സെമിസർക്കുലർ കനാൽസ് ഉണ്ട്. 3 സെമിസർക്കുലർ കനാലാണ് ഉള്ളത്. അതാണ് നമുക്ക് ബാലൻസ് ഹെൽപ്പ് ചെയ്യുന്നത്. ആൻസർ ബി ആണ്. സൗണ്ട് ഹിറ്റ്സ്, ആദ്യം സൗണ്ട് എവിടെ ടച്ച് ചെയ്യുന്നത്? സൗണ്ട് എയറിൽ ട്രാവൽ ചെയ്തിട്ട് ആദ്യം ടച്ച് ചെയ്യുന്നത് ടിമ്പാനിക് മെംബ്രെയിൻ അല്ലെങ്കിൽ ഇയർ ഡ്രം. ആൻസർ ബി ആണ്.
ഓസിക്കിൾസ് എന്ന് പറയുന്നത് മിഡിലിയറിനകത്തുള്ള 3 ബോൺസ് ആണ് ഓസിക്കിൾസ്. മാലിയസ്, ഇൻകംസ് ആൻഡ് സ്റ്റേപ്പീസ് 3 ബോൺ ഉണ്ട്. അപ്പോൾ ഈ വരുന്ന സൗണ്ടിനെ പവർ കൂട്ടുന്നത് അല്ലെങ്കിൽ ആംപ്ലിഫൈ ചെയ്യുന്നത് അവരാണ്. അതുകൊണ്ട് അതിൻ്റെ ആൻസർ ബി ആണ്, ആംപ്ലിഫൈ സൗണ്ട്. ഓവൽ വിൻഡോ എന്താണ്? റൗണ്ട് വിൻഡോ ഓവൽ വിൻഡോയും ഉണ്ട്. അത് ഇന്നർ ഇയറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പോയിന്റിലുള്ളതാണ് ഓവൽ വിൻഡോയും റൗണ്ട് വിൻഡോയും. അപ്പം അതുവഴിയാണ് ഈ ഓസിക്കിൾസിൻ്റെ സൗണ്ട് ഇന്നർ ഇയറിലേക്ക് പോകുന്നത്. അപ്പം ട്രാൻസ്ഫേഴ്സ് വൈബ്രേഷൻ ടു ഇന്നർ ഇയർ. ഓക്കെ, അപ്പോൾ എന്താ ട്രാൻസ്ഫർ ചെയ്യുന്നത്? സൗണ്ട് വൈബ്രേഷൻ. ആൻസർ ബി ആണ്. എൻഡോലിംഫ് ഈസ് ഫൗണ്ട് ഇൻ ഔട്ടർ ഇയർ, ഇന്നർ ഇയർ, മിഡിൽ ഇയർ. നമ്മൾ നേരത്തെ ഡയഗ്രാമിൽ കണ്ടു, അത് ഇന്നർ ഇയറിനകത്താണ് എൻഡോലിംഫ് ഉള്ളത്. മെംബ്രേനസ് ലിപ്പിഡിനകത്തുള്ള ഫ്ലൂയിഡിനാണ് എൻഡോലിംഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഹെയർ സെൽസ് കൺവേർട്ട്. ഹെയർ സെൽസ് എന്താ ചെയ്യുന്നത്? ഹെയർ സെല്ല് വൈബ്രേഷൻ അല്ലെങ്കിൽ മെക്കാനിക്കൽ മൂവ്മെൻറ്റിനെ ഇലക്ട്രിക്കൽ ആയിട്ട് കൺവേർട്ട് ചെയ്ത് ബ്രെയിനിലേക്ക് സെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഇത് ബ്രെയിനിന് അത് റിസീവ് ചെയ്യുമ്പോൾ ബ്രെയിനിന് ബോഡിയുടെ പൊസിഷനും വൈബ്രേഷനും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ആൻസർ ബി ആണ്. കോക്ലിയർ നെർവ്, നമ്മൾ പറഞ്ഞ് ഇയറിനകത്തുള്ള നെർവിന് വെസ്റ്റിബുലോ കോക്ലിയർ നെർവ് എന്ന് പറയുന്നത്. വെസ്റ്റിബുലോ കോക്ലിയും ചേർന്നിട്ട് അതാണ് വെസ്റ്റിബുലോ കോക്ലിയർ നെർവ്. അപ്പോൾ 2 കമ്പോണൻ്റ് ഉണ്ട്, വെസ്റ്റിബുലർ നെർവും കോക്ലിയർ നെർവും. അപ്പോൾ കോക്ലിയർ നെർവ് എന്താ ചെയ്യുന്നത്? കോക്ലിയർ നെർവ് ഹിയറിങ്ങിന് ഹെൽപ്പ് ചെയ്യും, അതേസമയത്ത് വെസ്റ്റിബുലർ നെർവ് ബാലൻസിന് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആൻസർ ബി ആണ്. സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം, നമ്മൾ നിൽക്കുമ്പോൾ നമ്മളുടെ ബാലൻസിനെയാണ് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നിൽക്കുമ്പോഴും നമുക്കിത് മറിഞ്ഞ് വീഴാതെ നമ്മൾ ചെവിയെ നമ്മൾ ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. അപ്പം അതിന് പറയുന്നത് ബോഡി പൊസിഷൻ അറ്റ് റെസ്റ്റ് അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം. ആൻസർ ബി ആണ്. ഡൈനാമിക് ഇക്വിലിബ്രിയം നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മൂവ് ചെയ്യുമ്പോഴോ ഓടുമ്പോഴോ ഒക്കെ നമ്മുടെ ബോഡി ബാലൻസിൽ നിൽക്കണം, അല്ലെങ്കിൽ നമ്മൾ മറിഞ്ഞു വീഴും. അപ്പം ആ മൂവ്മെൻറ്റ് ബാലൻസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്ന ബാലൻസിനെയാണ് ഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഓക്കെ, ആൻസർ ബി ആണ്. മാക്യുല ഈസ് ലൊക്കേറ്റഡ് ഇൻ, മാക്യുല എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? മാക്യുല യൂട്രിക്കിളും സാക്യുലിലാണ്. നേരത്തെ നിങ്ങൾ ഡയഗ്രാം ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഈ സെമിസർക്കിൾക്ക് നല്ല അടുത്തിരിക്കുന്ന 2 സെക്ഷൻ ഉണ്ട്. അതിന് യൂട്രിക്കിളും സാക്യുലും എന്ന് പറയും. അതിനകത്താണ് മാക്യുല ഉള്ളത്. അപ്പം ഈ മാക്യുലയാണ് നമ്മളെ സ്റ്റാറ്റിക്കും ഡൈനാമിക് ഇക്വിലിബ്രിയത്തിന് ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മൾ നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ അനങ്ങാൻ നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ സ്പീഡിൽ നടക്കുമ്പോഴോ ഓടുമ്പോഴോ നമ്മളെ ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്ന പാർട്ടാണ് യൂട്രിക്കിളും സാക്യുലും. അതിനകത്തുള്ള ഒരു പാർട്ടാണ് മാക്യുല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ എന്താണ്? ആൻസർ ബി ആണ്. ക്രിസ്റ്റ ഈസ് ലൊക്കേറ്റഡ്, ക്രിസ്റ്റ എവിടെയുള്ളത്? ക്രിസ്റ്റ സെമിസർക്കുലർ കനാലിനകത്തുള്ള ഒരു ലാസ്റ്റ് ഒരു ബൾബ് പോലെ ഇരിക്കുന്ന പോർഷനകത്തിരിക്കുന്ന ഒരു സ്ട്രക്ചറിന് ക്രിസ്റ്റ, അത് നമ്മുടെ ബാലൻസിനെ ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ആൻസർ ബി ആണ്, സെമിസർക്കുലർ കനാൽ അല്ലെങ്കിൽ ഡക്ട്. വെസ്റ്റിബുലർ നെർവ് എന്താ ചെയ്യുന്നത്? വെസ്റ്റിബുലർ നെർവ് നമ്മൾ പറഞ്ഞ് 2 നെർവുണ്ട്, വെസ്റ്റിബുലറും കോക്ലിയറും. രണ്ടും ചേർന്നിട്ടാണ് വെസ്റ്റിബുലർ കോക്ലിയർ നെർവ് ആവുന്നത്. കോക്ലിയർ ഹിയറിങ്ങിന്, വെസ്റ്റിബുലർ ബാലൻസിനാണ്. അപ്പോൾ ആൻസർ ബി ആണ്. മിഡിലിയർ ഇൻഫെക്ഷൻ എന്നാണ് പറയുന്നത് ഒട്ടൈറ്റിസ് മീഡിയ എന്നാണ് പറയുന്നത്. ഓക്കെ, മിഡിലിയർ എന്ന് പറയുമ്പം മാലിയസ്, ഇൻകംസ്, സ്റ്റേപ്പീസ് ഇരിക്കുന്ന ബോൺസ് ഇരിക്കുന്ന സെക്ഷനാണ് മിഡിലിയർ. അത് സാധാരണ ഇൻഫെക്ഷൻ വരുന്നത് മിഡിലിയറാണ്. കാരണം മിഡിലിയറാണ് നമ്മൾ ത്രോട്ടുമായിട്ട് കണക്റ്റഡ് ആണ്. ആ ട്യൂബിന് പറയുന്നത് ഇസ്റ്റേഷൻ ട്യൂബ് എന്നാണ്. അപ്പോൾ ട്യൂബ് വഴി ഇൻഫെക്ഷൻ മിഡിലിയർ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് പറയുന്നത് ഒട്ടൈറ്റിസ് മീഡിയ. ആൻസർ ബി ആണ്. കോമൺ സിംറ്റംസ് ഓഫ് ഒട്ടൈറ്റിസ് മീഡിയ വരുമ്പോൾ എന്ത് പറ്റും? നല്ല പെയിൻ വരും, ഫീവർ വരും, കേൾവിക്കുറവൊക്കെ വരും. പക്ഷേ ഏറ്റവും ആദ്യം വരുന്നത് അതിനകത്ത് പ്രഷർ കൂടി പഴുപ്പ് വരുമ്പോൾ പ്രഷർ കൂടിയിട്ട് ഉണ്ടാകുന്നതാണ് പെയിൻ, അതാണ് ഇയർ പെയിൻ. ആൻസർ ബി ആണ്. ഇസ്റ്റേഷൻ ട്യൂബ് നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് കണക്ട്സ് ദി മിഡിൽ ഇയർ ടു ദി ത്രോട്ട്. ഇയറിൽ മിഡിൽ ഇയർ ആണ് കണക്ട് ആവുന്നത്. ആൻസർ ബി ആണ്, ഇയർ ടു ത്രോട്ട്. നേഴ്സ് എന്ന് പറയുന്നത് മൂക്കിൻ്റെ ഫസ്റ്റ് പോയിന്റാണ്, സ്റ്റാർട്ടിങ് പോയിന്റ് നേഴ്സ് എന്ന് പറയുന്നത്. അപ്പം നോസ്ട്രൽസ് എന്നും പറയാം. ആൻസർ ബി ആണ്. നേസൽ സെപ്റ്റം നമ്മൾ മൂക്കിൻ്റെ നടുക്കുള്ള ഒരു പാലമാണ്. അത് മൂക്കിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് നേസൽ സെപ്റ്റമാണ്. അപ്പോൾ നേസൽ ക്യാവിറ്റിയുടെ ആൻസർ ബി ആണ്. ഫംഗ്ഷൻ ഓഫ് നോസ് ഫംഗ്ഷൻ എന്താണ്? സ്പെൽ ആൻഡ് ഫിൽട്ടർ. ആൻസർ ബി ആണ്. സീലിയ നമ്മുടെ ത്രോട്ടിനകത്ത് നമ്മൾ ട്രാക്കിനകത്തുള്ള
ഒരു സെൽസിൻ്റെ ഒരു പാർട്ടാണ് സീലിയ എന്ന് പറയുന്നത്. സീലിയങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അത് അകത്തേക്ക് പൊടിയൊന്നും കയറാത്ത രീതിയിൽ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യും. അപ്പം ബേസിക്കലി അതിൻ്റെ ആൻസർ ബി ആണ്, ട്രാപ്പ് ഡസ്റ്റ്. സൈനസസ് നമ്മൾ മൂക്കിനകത്ത് എയർ പോകുമ്പോൾ ആദ്യം ബോൺസിനകത്തുള്ള സ്പേസിനകത്തേക്കാണ് പോകുന്നത്, എന്നിട്ടാണ് പിന്നെ അകത്തേക്ക് പോകുന്നത്. അപ്പം സൈനസസ് ആർ എയർ ഫിൽഡ് ക്യാവിറ്റീസ്, ബോൺസിനകത്തുള്ള എയർ ഫിൽഡ് ക്യാവിറ്റീസ് ആണ്. ആൻസർ ബി ആണ്. ഫാരിങ്സ് എന്ന് പറയുന്നത് നമ്മളെ മൂക്കും വായും ബാക്കിൽ അവസാനിച്ച് പോകുന്ന പോർഷനാണ് ഫാരിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മൗത്തും ലാരിങ്സും നോസും ഇത് മൂന്നും ചേരുന്ന ഒരു പോയിന്റാണ് ഫാരിങ്സ്. ഓക്കെ, അപ്പം മൂക്കിൻ്റെ ബാക്കിലുള്ള നേസോ ഫാരിങ്സ്, വായുടെ ബാക്കിലുള്ള ഓറോ ഫാരിങ്സും, ലാരിങ്സിൻ്റെ ബാക്കിലുള്ള ലാരിംഗോ ഫാരിങ്സ്. അപ്പോൾ ഫാരിങ്സിന് 3 പാർട്ടുണ്ട്: നേസോ ഫാരിങ്സ്, ഓറോ ഫാരിങ്സ്, ലാരിംഗോ ഫാരിങ്സ്. ഇതിൻ്റെ ആൻസർ ബി ആണ്. ലാരിങ്സ് എന്ന് പറയുന്നത് വോയിസ് ബോക്സ് ആണ്, നമ്മുടെ സൗണ്ട് ഉണ്ടാക്കുന്ന ഏരിയയാണ് ലാരിങ്സ് എന്ന് പറയുന്നത്. ആൻസർ ബി ആണ്. എപ്പിഗ്ലോട്ടിസ് എന്താണ്? നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ ആഹാരം നമ്മൾ ലാരിങ്സിൽ പോകാതെ തടയുന്ന ഒരു പാർട്ടാണ് എപ്പിഗ്ലോട്ടിസ്. അപ്പം ഫുഡ് കഴിക്കുമ്പോൾ ലാരിങ്സ് അടയ്ക്കുന്ന ഒരു അടപ്പ് പോലത്തെ ഒരു പാർട്ടാണ് എപ്പിഗ്ലോട്ടിസ്. അപ്പോൾ ആൻസർ ബി ആണ്, ഫുഡ് എൻട്രിങ് എയർ. സബ്ഗ്ലോട്ടിക് സ്പേസ് എന്ന് വെച്ചാൽ എന്താണ്? ഗ്ലോട്ടിസിൻ്റെ താഴെയുള്ള വോക്കൽ കോഡ്സ്. ഗ്ലോട്ടിസ് എന്ന് പറയുന്നതാണ് വോക്കൽ കോഡ്സ്, ലാരിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ലാരിങ്സിനകത്തിരിക്കുന്നതാണ് വോക്കൽ കോഡ്സിൻ്റെ താഴത്തെ പോർഷൻ എന്ന് പറയുന്നത് സബ്ഗ്ലോട്ടിക് സ്പേസ്. ആൻസർ ബി ആണ്. വോയിസ് പ്രൊഡ്യൂസ്ഡ് ബൈ, ആൻസർ ഡി ആണ്, വോക്കൽ കോഡ്സ് ആണ്. ലാരിഞ്ചൽ ഡിസീസ് കോസസ്, ലാരിങ്സിൽ എന്തെങ്കിലും അസുഖം വന്നാൽ നമ്മുടെ ശബ്ദത്തിന് മാറ്റം വരും. ശബ്ദത്തിന് മാറ്റത്തിന് പറയുന്നത് ഡിസ്ഫോണിയ എന്നാണ്. ആൻസർ ബി ആണ്. ഡയറക്റ്റ് ലാരിംഗോസ്കോപ്പി, നേരിട്ട് ലാരിങ്സിനകത്തേക്ക് നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? ക്ലിയർ ആയിട്ട് നമുക്ക് ലാരിങ്സിൻ്റെ ഫംഗ്ഷനും അതിൻ്റെ മൂവ്മെൻറ്റും പാർട്സ് കാണാൻ പറ്റും. അപ്പോൾ ആൻസർ ബി ആണ്. ഹിസ്റ്ററി ടേക്കിംഗ് എന്താണ്? പേഷ്യൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, പഴയ കാര്യങ്ങൾ, ഇപ്പോഴത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ കംപ്ലയിൻസും എല്ലാം എഴുതിയെടുക്കുന്നതാണ് ഹിസ്റ്ററി ടേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പം സിംറ്റംസും പാസ്റ്റ് ഹിസ്റ്ററി എല്ലാം അതിനകത്തുണ്ടാകും. ആൻസർ ബി ആണ്. സോക്രട്ടീസ് ഒരു ഷോർട്ട് ഫോമാണ്, നമ്മൾ പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. അത് പെയിനിനെ നമ്മൾ അസസ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പം അതിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ സൈറ്റ്, എവിടെയാണ് പെയിൻ ഉള്ളത്, ഓൺസെറ്റ് എപ്പോഴാണ് തുടങ്ങിയത്, ക്യാരക്ടർ എങ്ങനത്തെ വേദനയാണ്, റേഡിയേഷൻ വേദന അങ്ങോട്ട് സ്പ്രെഡ് ചെയ്യുന്നുണ്ടോ, അസോസിയേറ്റഡ് സിംറ്റം വേദനയുടെ കൂടെ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, പിന്നെ ടൈമിങ് എപ്പോഴാണ് കൂടുന്നത് എപ്പോഴാണ് കുറയുന്നത്, പിന്നെ എക്സസറേഷൻ ഭയങ്കര കൂളായിട്ട് ഉണ്ടാകുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ സിവിയറിറ്റി, ഏതൊക്കെ സമയത്താണ് അതങ്ങനെ കൂടുകയും കുറയുകയും ചെയ്യുന്നത്, അതിനെ പറ്റിയുള്ള ഒരു ഗ്രേഡിങ് അല്ലെങ്കിൽ ടൈമിംഗ് ആണ് എക്സസറേഷന് സിവിയറിറ്റി. അപ്പം ഇതിൻ്റെ ഷോർട്ടിലാണ് സോക്രട്ടീസ് എഴുതിയിരിക്കുന്നത്. പെയിൻ അസസ്മെൻറ്റ് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഷോർട്ട് ഫോമാണ്. അത് ആൻസർ ബി. പോളിയൂറിയ മീൻസ് യൂറിൻ ഒരുപാട് പോകുന്ന അവസ്ഥയാണ് പോളിയൂറിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് എക്സസ് യൂറിനേഷനാണ് ആൻസർ. ഓക്കെ, പല പേഷ്യൻസിന് പോളിയൂറിയ, ഷുഗറുള്ള ആൾക്കാർക്ക് പോളിയൂറിയ വരാം. അപ്പം ആൻസർ ബി ആണ്. ഫീവർ സിംറ്റംസ്, ഫീവർ എന്ന് വെച്ചാൽ എന്താണ്? ടെമ്പറേച്ചർ കൂടുന്നു. ഇതിന് ആൻസർ ബി ആണ്. ഹാർട്ട് ഡിസീസിൽ സാധാരണ ഹാർട്ടിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ സാധാരണ വരുന്നൊരു കംപ്ലൈൻറ്റ് നെഞ്ചുവേദനയാണ്, ചെസ്റ്റ് പെയിൻ. ആൻസർ ബി ആണ്. ബേൺസിന് ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി, തേർഡ് ഡിഗ്രി ഉണ്ട്. പിന്നെ പെർസെൻറ്റേജ് വെച്ച് ബേൺസിന് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പം ഈ ബേൺ എത്ര ആഴത്തേക്ക് പോയിട്ടുണ്ടോ അതനുസരിച്ചാണ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് പറയുന്നത്. ഫസ്റ്റ് ഡിഗ്രി എന്ന് പറയുന്നത് ഏറ്റവും മുകളിൽ സ്കിന്നിൽ മാത്രം ബാധിക്കുന്നതാണ് ഫസ്റ്റ് ഡിഗ്രി എന്ന് പറയുന്നത്. അത് എപ്പിഡെർമിസ് ആണ്. ആൻസർ ബി ആണ്. ഇതിന് സൂപ്പർഫിഷ്യൽ ബേൺ എന്നും പറയും. നോസിയ മീൻസ് നമ്മൾ ശ്രദ്ധിക്കാൻ തോന്നുന്ന ഒരവസ്ഥയാണ് നോസിയ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ വോമിറ്റ് ചെയ്യുന്നത്. അത് നോസിയ ക്യാൻ ലീഡ് ടു വോമിറ്റിംഗ്. ആൻസർ എ ആണ്. ഡയറിയ മീൻസ് ലൂസ് മോഷൻ ആണ്. ആൻസർ ബി ആണ്, വാട്ടറി സ്റ്റൂൾ. ജോണ്ടിസ് മീൻസ് സ്കിൻ യെല്ലോ കളർ ആവുന്നതാണ് ജോണ്ടിസ്. അങ്ങനെ പല അസുഖത്തിലും വരും. ലൈക്ക് ഹെപ്പറ്റൈറ്റിസ് വന്ന് ജോണ്ടിസ് വരാം. അപ്പോൾ ജോണ്ടിസ് ബേസിക്കലി ഒരു കാണുന്ന ഒരു പല അസുഖത്തിൻ്റെ ഒരു ലക്ഷണമാണ് ജോണ്ടിസ് എന്ന് പറയുന്നത്. അപ്പോൾ യെല്ലോ സ്കിന്നാണ് എൻ്റെ ആൻസർ. ആൻസർ ബി ആണ്. സാധാരണ ജോണ്ടിസ് കൂടാൻ കാരണം ഈ ബ്ലഡിനകത്ത് ബിലിറൂബിൻ്റെ അളവ് കൂടുമ്പോഴാണ് ജോണ്ടിസ് കൂടുന്നത്. ആൻസർ ബി. എപ്പിസ്റ്റാക്സിസ്, എപ്പിസ്റ്റാക്സിൻ്റെ മൂക്ക് കൂടെ ബ്ലഡ് വരുന്ന തന്നെയാണ് എപ്പിസ്റ്റാക്സിസ് എന്ന് പറയുന്നത്. മൂക്കിനകത്ത് ചില ഏരിയാസിൽ ബ്ലീഡിങ് ടെൻഡൻസി കൂടും. മൂക്കിനകത്തൊരു ഏരിയ ഉണ്ട്, അതിന് പറയുന്നത് ലിറ്റിൽസ് ഏരിയ എന്നാണ്. ആ ഏരിയയിൽ പല ആർട്ടറീസിനും ബ്രാഞ്ചസ് വന്ന്
ചേരുന്നൊരു പോയിൻ്റാണ്. അവിടെ നമുക്ക് ഡ്രൈ ആയാലും സ്കിൻ ക്രാക്ക് ആയി കഴിഞ്ഞാൽ ബ്ലീഡിങ് വരാം. ആ ബ്ലീഡിങ് എന്ന് പറയുന്നത് എപ്പിസ്റ്റാക്സിസ്. ആൻസർ ബി ആണ്. ടൈഫോയിഡ് സിംറ്റം എന്താ? ടൈഫോയിഡ് വരുമ്പോൾ സാധാരണ ഇൻഫെക്ഷനാണ്, സാൽമണല്ല ടൈഫോയിഡ് ഇൻഫെക്ഷനാണ്. അതിൽ ഫീവറാണ് അതിൻ്റെ കോമൺ ആയിട്ട് വരുന്ന സിംറ്റം, പെർസിസ്റ്റൻറ്റ് ഫീവർ. എയ്ഡ്സ് നമ്മൾ പറയാം അക്യൂട്ട് ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രോമാണ്. അത് ബാക്ടീരിയ ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ്. ആൻസർ ബി ആണ്, HIV. ഓഡിറ്ററി കോർട്ടെക്സ് ലൊക്കേറ്റ് ചെയ്ത്. ഓഡിറ്ററി കോർട്ടെക്സ് എന്ന് വെച്ചാൽ നമ്മളുടെ ചെവിയിൽ നിന്ന് വരുന്ന സൗണ്ടിനെ നമ്മൾ കറണ്ടായിട്ട് ഇലക്ട്രിസിറ്റിയിൽ കൺവേർട്ട് ചെയ്ത് ബ്രെയിനിലെത്തിക്കും. ബ്രെയിൻ ആ സൗണ്ടിനെ തിരിച്ചറിയുന്നതാണ്. അതുപോലെ നമുക്ക് മനസ്സിലാവുന്ന സൗണ്ട് എന്താണെന്നുള്ളത്, ഏത് ടൈപ്പ് സൗണ്ടാണ്. അപ്പോൾ ബ്രെയിൻ്റെ ചില ഏരിയയിലാണ് ഈ സൗണ്ടിനെ നമ്മൾ തിരിച്ചറിയാൻ പറ്റുന്നത്. അപ്പോൾ ആ ഏരിയ പറയുന്ന ഓഡിറ്ററി കോർട്ടെക്സ് എന്ന് പറയും. അത് ബ്രെയിനിലാണ്. ഇന്നർ കോളിക്കുലർ ഫങ്ഷൻ. ഇന്നർ കോളിക്കുലർ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഈ സൗണ്ട് പോയിട്ട് ബ്രെയിനിൽ ചെന്നിട്ട് ബ്രെയിനാണ് അതിനെ തിരിച്ചറിയുന്നത്. ഓക്കെ, അപ്പം ആ സൗണ്ടിൽ പോയി ചെല്ലുന്ന ഒരു സ്ഥലമുണ്ട്, അതിന് പറയുന്നതാണ് ഇന്നർ കോളി അല്ലെങ്കിൽ റിലേ സെൻറ്റർ. അവിടെ നിന്നാണ് അത് ഇൻഫീരിയർ കോളിക്കുലർ, അവിടെ നിന്നാണ് അത് ഫർദർ അങ്ങോട്ട് റിലേ ആവുന്നത്. അപ്പം അതൊരു ഓഡിറ്ററി റിലേ സെൻറ്ററാണ്. അത് നമ്മൾ മിഡ് ബ്രെയിനിലാണ് അതിൻ്റെ ലൊക്കേഷൻ ഉള്ളത്. അതെന്ത് ചെയ്യും? സൗണ്ടിനെല്ലാം പ്രോസസ്സ് ചെയ്ത് കൺവേർട്ട് ചെയ്തിട്ട് ഈ സൗണ്ട് എവിടെ നിന്ന് വന്നു, സൗണ്ടിൻ്റെ അളവ് എത്രയാണ്, എങ്ങോട്ടാണ് നമ്മൾ തിരിയേണ്ടത്, അത് തീരുമാനിക്കുന്നത് അവിടെയാണ്. ഇപ്പം സപ്പോസ് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ സൗണ്ട് വന്നാൽ നമുക്ക് ലെഫ്റ്റിലോട്ട് തിരിയണം എന്നുള്ള ഡയറക്ഷൻ തരുന്നത് അവിടെ നിന്നാണ്. അപ്പം സൗണ്ടിൻ്റെ ലൊക്കേഷൻ, സൗണ്ടിൻ്റെ പിച്ചും സൗണ്ടിൻ്റെ ഓറിയൻറ്റേഷനും കണ്ടുപിടിക്കുന്ന ഒരു ബ്രെയിൻ്റെ ഒരു ഏരിയയാണ് ഇന്നർ കോളിക്കുലർ. ഓക്കെ, ആൻസർ ബി ആണ്. തലാമസ്. തലാമസ് എന്ന് വെച്ചാൽ ബേസിക്കലി ഒരു റിലേ സെൻ്ററാണ്. ബ്രെയിനിലേക്ക് വരുന്ന ഇമ്പൾസസ് എല്ലാം കളക്ട് ചെയ്തിട്ട് അത് പല സ്ഥലത്തേക്കും സെൻഡ് ചെയ്യുന്ന ഒരു റിലേ സെൻ്ററാണ് തലാമസ്. അപ്പം ആൻസർ ബി ആണ്. സെൻസറി റിലേ ആണ്. സെൻസറി ബ്രെയിനിലേക്ക് വരുന്ന ഇമ്പൾസിനെ റിലേ ചെയ്യുന്ന സെൻ്ററാണ് തലാമസ്. വെസ്റ്റിബിൾ സ്പൈനൽ ട്രാക്ട്. വെസ്റ്റിബിൾ സ്പൈനൽ ട്രാക്റ്റാണ് നമ്മളുടെ പോസ്റ്റർ. നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് പല സ്ഥലത്തുനിന്ന് ഇമ്പൾസ് വരും. നമ്മൾ ബോഡി കറക്റ്റായിട്ട് നിൽക്കാനും ബോഡി വീണ് പോകാതിരിക്കാനും ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും ബ്രെയിൻ പല സ്ഥലത്തുനിന്ന് ഇമ്പൾസ് കളക്ട് ചെയ്യും. കാലിൽ നിന്നും ചെവിയിൽ നിന്നൊക്കെ ഇമ്പൾസ്, കണ്ണിൽ നിന്നൊക്കെ ഇമ്പൾസ് കളക്ട് ചെയ്യും. അപ്പോൾ ഈ ഇമ്പൾസ് എല്ലാം ബ്രെയിനിൽ ചെല്ലുന്ന ഒരു ട്രാക്റ്റാണ് വെസ്റ്റിബിൾ സ്പൈനൽ ട്രാക്ട്. അത് നമ്മുടെ ബോഡിയെ ബാലൻസ് ചെയ്യാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു, പോസ്റ്ററിന് ഹെൽപ്പ് ചെയ്യും. ആൻസർ ബി ആണ്. സെമി സർക്കുലർ കനാൽ. സെമി സർക്കുലർ കനാൽ നമ്മുടെ ഇന്നർ ഇയറിലെ 3 സ്ട്രക്ചേഴ്സാണ്. അതെന്താ ചെയ്യുന്നത്? നമ്മൾ മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയെ ബാലൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോൾ ഏത് ആംഗിളിലേക്ക് തിരിഞ്ഞു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണമെങ്കിൽ സെമി സർക്കുലറിന് ഹെൽപ്പ് ചെയ്യാനാണ്. ആൻസർ ബി ആണ്, റൊട്ടേഷൻ. കോക്ലിയർ. കോക്ലിയർ എന്ന് പറയുന്നത് നമ്മുടെ ഇന്നർ ഇയറിൻ്റെ ഒരു പാർട്ടാണ്. അതിങ്ങനെ ചുരുണ്ടാണ് ഇരിക്കുന്നത്, സ്പൈറൽ ഷേപ്പിലാണ്. ആൻസർ ബി ആണ്. പെരിലിംഫും എൻഡോലിംഫും നമ്മുടെ ഇന്നർ ഇയറിൻ്റെ കിടക്കാവുന്ന ഒരു ഫ്ലൂയിഡാണ്. അപ്പോൾ ഇതിനകത്ത് ആ ഇന്നർ ഇയറിൻ്റെ പാർട്ടിനാണ് നമ്മൾ ബോണി ലിബറൻറ്റ് എന്ന് പറയുന്നത്. ആ ബോണി ലിബറൻറ്റിൻ്റെ അകത്ത് കിടക്കുന്ന ഫ്ലൂയിഡാണ് പെരിലിംഫും എൻഡോലിംഫും. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. ആ ഡയഗ്രാം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നർ ഇയറിനെ നമ്മൾ ക്രോസ് സെക്ഷൻ എടുക്കുന്നു. നമ്മൾ സൗണ്ടിൻ്റെ വൈബ്രേഷൻ വരുന്നു. സൗണ്ടിൻ്റെ വൈബ്രേഷൻ തിരിച്ചറിയണമെങ്കിൽ ഈ രണ്ട് ഫ്ലൂയിഡും വേണം. ഓക്കെ, അപ്പോൾ സ്കേല വെസ്റ്റിബുലൈ, സ്കേല ടിംപാനി, ഇതിലെല്ലാം പെരിലിംഫും പിന്നെ നടുക്ക് എൻഡോലിംഫുമാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് വരുന്ന മെസ്സേജാണ് നമുക്ക് സൗണ്ടായിട്ട് നമ്മൾ തിരിച്ചറിയാൻ പറ്റുന്നത്. ഇത് കോക്ലിയുടെ ക്രോസ് സെക്ഷനാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവും. ഒന്നിനകത്ത് പൊട്ടാഷ്യം കൂടുതലായിരിക്കും എൻഡോലിംഫിൽ, ആൻഡ് സോഡിയം കുറവായിരിക്കും. അതേസമയത്ത് പെരിലിംഫിൽ സോഡിയം കൂടുതലും പൊട്ടാഷ്യം കുറവായിരിക്കും. ഈ രണ്ട് ഡിഫറൻസ് കൊണ്ട് ഒരു ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ക്രിയേറ്റ് ആവും, ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും. ആ ഡിഫറൻസ് വെച്ചിട്ടാണ് നമ്മൾ സൗണ്ടിനെ നമുക്ക് സിഗ്നലായിട്ട് അളക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇനി ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് 50 ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ നോക്കിയിട്ട് അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് പഠിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു വെരി മച്ച്.
നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.